ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കണ്ടൻറ്റ് ആയിരിക്കും. അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് ഹോം മെയ്ഡ് സപ്ലൈസസ് ആണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് സപ്ലൈസസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ 2 സാധനങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 15-25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ലോങ് ആക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ 2 സാധനങ്ങൾ ചൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം അടി ഉള്ളതും കൊണ്ട് ആണ് ഞാൻ 2 സാധനങ്ങൾ ചൂസ് ചെയ്തത്. അത് രണ്ടും എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ സോപ്പ് ആൻഡ് വാഷ് ടേപ്പ്. ഇത് പേപ്പറിൽ ഇതൊക്കെ തേക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും വാഷ് ടേപ്പാണെന്ന്, പേപ്പർ സോപ്പാണെന്ന്. അപ്പോൾ പേപ്പർ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ബാക്കിലൊരു സംഭവം ഉണ്ട്. അത് ആക്ച്വലി ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തൊരു കട്ടിംഗ് ബോർഡാണ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് ചോദിക്കൽ. എനിക്ക് ABCD പോലും എനിക്കറിയില്ല. ആകെ കണ്ട ഒരു പരിചയമുണ്ട്. തോനെ ക്രിയേറ്റേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ തോനെ ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഇത് താഴെ വെച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ഊഹത്തിൽ നമ്മുടെ എക്സാം ബോർഡിൻ്റെ ബാക്കില്ലേ അത് വെച്ചിട്ടാണ് ഞാനത് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. എക്സാം ബോർഡിൻ്റെ ബാക്കിലുള്ള പടം മൊത്തം വലിച്ചിളക്കിയിട്ട് കളഞ്ഞു. പ്ലാസ്റ്റിക് കവർ മൊത്തം വലിച്ചിളക്കി കളഞ്ഞിട്ട് ഞാൻ സ്കെച്ച് പെൻ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തു. സ്കെച്ച് പെൻ വെച്ച് ഇങ്ങനെ ബോക്സ് വരെ വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ പേപ്പർ സോപ്പിലോട്ട് പോകാം. അത് വിട്. അപ്പോൾ പേപ്പർ സോപ്പിൽ ഞാൻ ആദ്യം ഈ ബ്രഷ് വെച്ചിട്ട് ഇത് തേച്ച് പഠിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കൈ ഇഴച്ചു. പിന്നെ ഇതാണെങ്കിൽ ഫുള്ള് പറ്റുന്നുമില്ല, എല്ലാം ഇങ്ങനെ ഇതായി പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പോഞ്ച് വെച്ച് ചെയ്യാമെന്ന്. ഈ സ്പോഞ്ചും ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് വാഷിൽ ചെയ്യാം. ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ് വാഷ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സാധാ സോപ്പ് പതച്ചിട്ട് അത് ഇത് ഡയറക്റ്റ് തന്നെ തേച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്പോഞ്ച് ഈ ഹാൻഡ് വാഷ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പതയ്ക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പതഞ്ഞത്. അപ്പം നമുക്കിനി അത് ഉണക്കാൻ വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടി കവർ വേണമല്ലോ. കവർ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര എളുപ്പമൊക്കെയാണ്, പക്ഷേ നമുക്കൊരു വെറൈറ്റി കവർ തന്നെ പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 കോർണേഴ്സിലായിട്ട് നമുക്ക് സർക്കിൾ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. സർക്കിൾ പോലെ കട്ട് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ടേബിളിൽ ചെറിയ ഹൈറ്റും എനിക്കാണെങ്കിൽ ഇതുപോലെ ഹൈറ്റുള്ളൂ. പക്ഷേ എന്നെ കാട്ടി ഇത്തിരി പോലെ ഹൈറ്റ് ഈ ടേബിളിലുള്ളൂ. അതാണ് ഞാൻ പൊക്കി പിടിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം വെട്ടിക്കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ തുറക്കുന്ന ഒരു സ്ഥലം, ഒരു 2 സൈഡിലും കൂടി നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു താഴത്തെ ഭാഗമില്ലേ അവിടെയായിട്ട് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ, നെക്കിൽ ഇതേപോലെ വരുന്ന ഒരു സൈഡ് പോലെ അങ്ങനെ വരെ നമുക്ക് അതിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. കാരണം നമുക്ക് ഇതെടുക്കാനൊക്കെ വേണ്ടി സ്പേസ് വേണമല്ലോ. പേപ്പർ സോപ്പ് എടുക്കാൻ വേണ്ടി സ്പേസ് വേണം. അപ്പോൾ ഇത് വെക്കാനും സ്പേസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് കൊടുത്തത്. ഇതാകുമ്പോൾ ഭയങ്കര എളുപ്പവും ഈസിയും കൂടിയാണ്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡിലായിട്ടും ഗ്ലൂ തേച്ചിട്ട് 2 സൈഡിലേ തേക്കാവും. നടുക്ക് നമുക്ക് സ്പേസ് വിടണോട് കാരണം നമുക്ക് നമ്മുടെ പേപ്പർ സോപ്പ് വെക്കണം. അപ്പോൾ 2 സൈഡിലും കൂടി നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ വെച്ചാണെങ്കിൽ ഒട്ടുന്നില്ല. എന്നിട്ട് നമ്മൾ മുകളിൽ പേപ്പർ സോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാം. ബാക്കി എന്താ പറയുക പേപ്പർ സോപ്പ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിലും ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഞാൻ ഫാൻ്റെ മൂട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് ഉണക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റിക്കറൊക്കെ ഹോം മെയ്ഡ് സ്റ്റിക്കർ മൊത്തം തീർന്നു പോയി. അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റിക്കർ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ തുള്ളികളില്ലേ അത് ഞാൻ ഉണ്ടാക്കി. അതാണെങ്കിൽ ഈ പേപ്പർ സോപ്പിനോട് മാച്ച് ആവുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കിലും നമ്മുടെ ഈ ഒരു പേപ്പർ സോപ്പ് ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഉണങ്ങി കിട്ടി. ഇച്ചിരിയൊക്കെ ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. എന്നാലും നല്ല രീതിയിലൊക്കെ ഉണങ്ങി കിട്ടി. എന്തായാലും തോന്നിയ സമയം എടുത്തല്ലോ, നല്ല രീതിയിലൊക്കെ ഉണങ്ങി കിട്ടി.
അപ്പോൾ നമ്മൾ ആ സൈഡിലെന്ന് പറയുമ്പോൾ ഞാൻ സ്കെച്ച് പെൻ വെച്ചല്ലേ ഇത് ചെയ്ത്, അപ്പോൾ അത് സ്പ്രെഡായതാണ്. അത് വരത്തില്ല, കാരണം അത് അറ്റത്താണല്ലോ വന്നിരിക്കുന്നത്, സൈഡിലാണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എല്ലാം മടക്കി എന്ന് വെച്ചു. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ ഇതേപോലെ ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഷേപ്പ്. ഇതാണെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് പിൻട്രസ്റ്റിൽ പേപ്പർ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഈ ഒരു ഷേപ്പാണ് ചൂസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ സാധാ വലിയൊരു ടിന്നിൽ വരുന്ന ആ ഒരു ഷേപ്പല്ല. എല്ലാവരും ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ചൂസ് ചെയ്തത്. എന്തായാലും ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ കുഞ്ഞു ലവും കുഞ്ഞു സർക്കിളും അങ്ങനെയൊക്കെയാണ്. അത് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ ഒട്ടിച്ചു കൊടുത്തത്. എനിക്കാണെങ്കിൽ ഞാനിത് നൈറ്റിലാണ് ഞാനിത് വോയിസ് ഓവറും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്, കാരണം ഒട്ടും ടൈം കിട്ടില്ല എനിക്ക്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കിടന്നുറങ്ങി, ഫുൾ ടൈമൊന്നും ഇല്ലാത്തതായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കവും വന്നിട്ട് വയ്യ. അങ്ങനെ നമ്മൾ പേപ്പർ സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് നമ്മുടെ അകത്ത് നമ്മൾ വെട്ടി കറക്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വെച്ച് കൊടുത്തു. സത്യം പറയാലോ, ഞാൻ ഇന്നാൾ ഉണ്ടാക്കിയതിൽ ഞാൻ ഒരു ചെറിയ പീസായിരുന്നു, അത് ഞാൻ ചെറുതുണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിപ്പോയി. ഒരു ലവ് ഷേപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഷേപ്പിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ ഇങ്ങനെ ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ഇന്ന് വീഡിയോ എടുത്തപ്പോൾ കറക്റ്റ് ഇതായി വന്നു. അപ്പോൾ നമ്മൾ അത് ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഷ് ടേപ്പ് ഒന്ന് കവർ ചെയ്തെടുത്തു. ഇത് നമ്മൾ ഹോം മെയ്ഡ് അല്ല കേട്ടോ. പിന്നെ നമ്മളിത് ബാക്കി വെട്ടിയെടുത്തതില്ലേ, അത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ജസ്റ്റ് സ്മോളായിട്ട് വെട്ടിയെടുത്തിട്ട് ഞാൻ മുമ്പുണ്ടാക്കി അതിനകത്ത് ഇട്ട് കൊടുത്തു. ബാക്കി വന്നത് അതിനകത്ത് ഇതുപോലൊക്കെ എടുത്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും പേപ്പർ സോപ്പ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണമെന്നാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കഴുകി നോക്കി. നല്ല രീതിയിൽ പതയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, നമ്മുടെ ഹാൻഡ് വാഷ് നല്ല രീതിയിൽ പതയുന്ന സാധനമായതുകൊണ്ടാണ് നല്ല രീതിയിലൊക്കെ പറഞ്ഞു വന്നത്. എന്നിട്ട് അത് തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടു. എന്തായാലും സംഭവം വർക്കൗട്ടാണ്. എന്നിട്ട് നമ്മുടെ ഈ നമ്മൾ 2 പേപ്പർ സോപ്പ് ഉണ്ടാക്കിയത്, അത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ്, ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ പേപ്പർ സോപ്പ് ഞാൻ ഒരു ഓർഗനൈസറിനകത്ത് ഇട്ട് വെച്ചു. ഇത് ഡയറിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. പിന്നെ ഇത് ഒരു കെയറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലീവ്സൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ആക്ച്വലി ഓൾറെഡി അതിനകത്ത് സ്പ്രേ ഉണ്ട്. അപ്പം അത് ഞാൻ ഒന്നും കൂടി അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം വാട്ടറിനകത്ത് അബ്സോർബ് ആവും കേട്ടോ. ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് വെള്ളമേ കാണത്തില്ല, ചരിയുന്നതല്ല, അതിനകത്ത് അബ്സോർബായി പോകണതാണ് വെള്ളം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം നമ്മുടെ മെയിനായിട്ടുള്ള വാഷി ടേപ്പ്. ഈ വാഷി ടേപ്പാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞൊരു 1000 ക്വസ്റ്റ്യനാണ് എൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് നമ്മൾ ആ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. ഈ ഒരു ഹൈലൈറ്ററാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഹൈലൈറ്റർ തന്നെ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുറച്ച് ഷേപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. ആക്ച്വലി ഞാൻ ഇതൊരു സ്ട്രോബെറി ആയിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു, ബട്ട് ഇത് വേണമെങ്കിൽ കുന്നംകുളം വെർഷൻ സ്ട്രോബെറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണെങ്കിൽ, എൻ്റെ സ്ട്രോബെറി എന്ന് പറയുമ്പോൾ സർക്കിൾ ഷേപ്പാണ്. അതാണ് ഞാൻ കുന്നംകുളം വെർഷൻ സ്ട്രോബെറി എന്ന് പറഞ്ഞത്. പിന്നെ സ്ട്രോബെറി അരയ്ക്കുകയാണെങ്കിൽ ക്യൂട്ടൊക്കെ വേണം, പക്ഷേ ഇതിനകത്ത് ക്യൂട്ടില്ല. ക്യൂട്ട്സ് വാഷി ടേപ്പിന് ഉണ്ടാക്കാൻ സീരിയസ്ലി എനിക്കറിയില്ല, എന്തൊക്കെയോ എല്ലാവർക്കും ഇംഗ്ലീഷ് മൊത്തമൊക്കെ തെറ്റിപ്പോണം. എന്നിട്ട് നമ്മൾ ആ സ്ട്രോബെറിക്കകത്ത് ഫുള്ളായിട്ടൊന്ന് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ എന്തോ സീഡ്, ചിയാ സീഡ് അല്ലേ, എന്തോ ഒരു സീഡ്, നമ്മൾ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഡോട്ട് ഫുള്ളായിട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഇത് എനിക്ക് പറയാനാണെങ്കിൽ മടിയുണ്ട്. ഫുള്ളായിട്ടൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബുക്കിൻ്റെ ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് ഫ്രണ്ട് പേജ് വരുന്ന അതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സർക്കിളായിട്ടുള്ള സംഭവത്തിനകത്ത് നമ്മൾ നമ്മുടെ പേപ്പർ അതൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് വരുന്ന ആ ഒരു സൈഡില്ലേ, ഇപ്പോൾ ആ സൈഡ്
ഇപ്പം റൗണ്ട് ചെയ്ത് ആ ഒരു സൈഡിലായിട്ട് നിങ്ങൾ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കാരണം നമ്മളവിടെ ഒട്ടിച്ച് കൊടുക്കണ്ട. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇതിന്നും ചെയ്തപ്പോൾ എങ്ങനെയൊക്കെയാണ് കറക്റ്റായിട്ട് വന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കറക്റ്റായിട്ട് വന്നില്ല. ഇത് ആക്ച്വലി നമ്മൾക്ക് കൂട്ടയും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇന്നലെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഒട്ടും വന്നില്ല. പക്ഷേ ഇന്ന് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്താണെങ്കിൽ ഞാൻ 2 സൈസിൽ എങ്ങനെയൊക്കെയാണെന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ 2 സംഭവത്തിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ ബെല്ലൈക്കണും കൊണ്ട് നമ്മൾ. സോ ബൈ.